കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പം ഒരു താള് കറി വെക്കാമെന്ന് വെച്ചിട്ടോ. ഈ പ്രാവശ്യം താള് കറി വെച്ചില്ല. അപ്പം ഞാനിത് അങ്ങനെ ചേമ്പിൻ്റെ താളം നോക്കിയിട്ട് നടക്കുന്നു. അങ്ങനെ കുറച്ചെണ്ണം മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ അതിൻ്റെ തോലെല്ലാം ചേന്തി അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതാ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് താള് ചേർത്തി കൊടുക്കാം. ഈ താള് കറി ഞാനിപ്പോൾ വെക്കുന്ന പോലെ ഇങ്ങനെയും വെക്കാം, അതല്ലാണ്ട് മോരൊഴിച്ചിട്ടൊക്കെ വെക്കും കേട്ടോ. താള് കറി മോരൊഴിച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അത് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് ഉപ്പും പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണക്കായം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർത്തണ്ട കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ കുറച്ച് പരിപ്പ് വേവിച്ച് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, തിളച്ച് കഴിഞ്ഞാൽ തേങ്ങയൊന്നും അരയ്ക്കണ്ട കേട്ടോ താള് കറിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇത് മോരൊഴിച്ചിട്ട് വെക്കാം, അല്ലാതെ വെറും താളായിട്ടും വെക്കാട്ടോ. ഞാനൊന്ന് പരിപ്പിട്ടിട്ടാണ് വെച്ചത്. പരിപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദം ഉണ്ടാവും കേട്ടോ. ഓക്കെ, ബൈ.